ദൈവത്തെ മറക്കുന്നവർ തഴച്ചു വളരുമെങ്കിലും പെട്ടെന്ന് വെട്ടിയെടുക്കുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുമെന്ന്. ദൈവത്തെ ചേർത്ത് പിടിച്ചവർ ഉണങ്ങിപ്പോയിട്ടില്ല. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിൽ നോക്ക്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 25-ാമത്തെ ദിവസത്തിൽ നമ്മൾ പ്രതീക്ഷയോടെ എത്തി നിൽക്കുകയാണ്. എനിക്കറിയാം 24 ദിവസങ്ങളിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഇത് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന സമയം നമ്മൾ ശരിക്കും കേൾക്കുന്ന സമയം മാത്രമല്ല, ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ കാണുന്ന സമയം കൂടിയാണ്. കുടുംബമായിരുന്ന് വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിലൂടെ ദൈവത്തെ കാണുന്ന സമയമാണ്. ദൈവം നമ്മളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന സമയമാണ്. മാത്രമല്ല, നമ്മുടെ പ്രശ്നത്തിന് ദൈവം പരിഹാരം കൽപ്പിക്കുന്ന സമയമാണ്. ഈ 25-ാമത്തെ ദിവസം ഈ വചനം ഇങ്ങനെ ആമുഖമായി പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തകർന്ന വ്യക്തികൾ എവിടെ വന്നാണ് ജീവിതം അനുഗ്രഹമാക്കുന്നത്? ഹോട്ടലിൽ പോയിരുന്നുകൊണ്ടാണോ? അല്ലെങ്കിൽ ഒരു വായനശാലയിൽ പോയിരുന്നു കൊണ്ടാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടോ? അല്ല. ദൈവവചനത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന ആ ഒരു സമയത്താണ് ദൈവം അവരുടെ തകർന്ന ജീവിതങ്ങളെ പുതുക്കി പണിതിട്ടുള്ളത്. അവരുടെ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് ദൈവം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന സമയമാണ്. ദൈവം നമ്മളുടെ ജീവിതത്തെ പുതുക്കി പണിയുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളൊരു സാധാരണ പോലെ ഈ വചനം കേട്ടു പോകാതെ, ഓരോ വചനത്തിനും പ്രാധാന്യമുണ്ട്. അത് ആരോടൊക്കെയോ സംസാരിക്കുന്നതല്ല, എന്നോട് ദൈവം സംസാരിക്കുന്നതാണ്. ദൈവം ഇന്ന് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഒരുപക്ഷെ ഇഷ്ടമില്ലാതിരിക്കുകയായിരിക്കാം, കേൾക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരിക്കാം. എവിടെയെങ്കിലും ദൈവം നിങ്ങളോട് തൊടാതിരിക്കില്ല. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. ഈ വചനം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇങ്ങനെ മുഴങ്ങുമ്പോൾ, ഈ ദൈവവചനം നിങ്ങളുടെ ചെവികളിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കുന്നൊരനുഭവം ഉണ്ടാകട്ടെ. ആ ഭവനത്തിൻ്റെ അസ്വസ്ഥതകളും വഴക്കും പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനത്തിലൂടെ സ്നേഹവും ബന്ധവും കൂട്ടായ്മയും സ്നേഹവും പരസ്പര സപ്പോർട്ടും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ടാകട്ടെ. ഇതെല്ലാം ദൈവത്തെ കുറേ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, സഹകരിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ഒത്തിരി പേർക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. അവർക്ക് സ്നേഹിക്കാൻ അറിയില്ല. അവരെല്ലാത്തിനും വഴക്കുണ്ടാക്കാനേ അവർക്ക് അറിയുള്ളൂ. എന്നാൽ ഒരു സൈഡിലോ അവർക്ക് ഒരുപാട് പ്രാർത്ഥനയാണ്. ഒരുപാട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല പഠിക്കേണ്ടത്, സ്നേഹിക്കാൻ പഠിക്കണം. ദൈവം എല്ലാം പഠിപ്പിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ദൈവം പഠിപ്പിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും, സഹകരിക്കാൻ പഠിപ്പിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിപ്പിക്കും, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിപ്പിക്കും, വേറൊരാളുടെ കുറ്റം പറയരുത് എന്ന് പഠിപ്പിക്കും, എല്ലാ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് പഠിപ്പിക്കും. നിങ്ങളെപ്പോഴും ഈ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം അത് മാറ്റാൻ ദൈവം പഠിപ്പിക്കും. നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റും. അതുകൊണ്ട് ദൈവം ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ദൈവത്തെ ഓർക്കുന്നവരുടെ എണ്ണം കുറയുകയും ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. 80-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുക അല്പം ബുദ്ധിമുട്ടാണ്. സമയമെടുത്ത് പല പ്രാവശ്യം പല കോണിൽ നിന്ന് വായിക്കുമ്പോഴാണ് ഈ പ്രസംഗിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 80-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥന തലക്കെട്ട് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. എന്നറിയ എഴുതിയിരിക്കുന്നത്, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒന്നാ വാക്ക് നിങ്ങൾ ഈ ടി വിയുടെ മുമ്പിൽ, മൊബൈലിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ ടെലിവിഷനിലൂടെയോ ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ.
എപ്പോഴാണ് തകർന്നത് സമയത്താണ് നമ്മൾ പറയുന്നത് പുനരുദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്തപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പോൾ സങ്കീർത്തകൻ എന്തിനാണ് ഈ ഹെഡിങ് എഴുതി വച്ചിരിക്കുന്നത്? ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒരു കരം ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ വചനം കേൾക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ പുനരുദ്ധരിക്കണമേ, പുതുക്കി പണിയണമേ. അതാ അതിൻ്റെ അർത്ഥം. പുനരുദ്ധരിക്കുന്നൊരു ദൈവമുണ്ട്. ആരെയാണ് പുനരുദ്ധരിക്കുന്നത്? വീണുപോയതിനെയും പൊളിഞ്ഞു പോയതിനെയും ഇല്ലാതാകാൻ തുടങ്ങിയതിനെയാണ് പുനരുദ്ധരിക്കേണ്ട ആവശ്യം. ദൈവം നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദിവസവുമാണ്, മണിക്കൂറാണ്, പ്രാർത്ഥനയുടെ മിനിറ്റുകളാണ് ഇത്. ശ്രദ്ധിക്കാതെ പോകരുത്, മാറിപ്പോകരുത്. ഈ വചനം കുറച്ച് മിനിറ്റുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഈ 25-ാമത്തെ ദിവസം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നൊരു വിഷയം ദൈവത്തെ മറക്കരുത് എന്ന വിഷയമാണ്. കാരണം ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു ലോകവും കാലഘട്ടവും നമ്മൾ കാണുന്നു. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കുറയുന്നു, പ്രാർത്ഥനയ്ക്ക് ആൾ കുറയുന്നു, ആരാധനയ്ക്ക് ആൾ കുറയുന്നു. ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും ദൈവത്തെ സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ ഒത്തിരി പ്രാധാന്യമുള്ളൊരു വിഷയം, ദൈവത്തെ മറന്നാൽ എന്നാ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ദൈവത്തെ മറന്നാൽ എന്തുവാ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ശ്രദ്ധിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട, അല്പം കൂടി ഗൗരവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേട്ട് മറക്കരുത്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ആ വാക്യം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? ചതുപ്പ് നിലം എന്ന് പറഞ്ഞാൽ എന്താ? ചവിട്ടുമ്പോൾ താന്നു പോകുന്ന ചെളിയുള്ള പാടം പോലെ സ്ഥലമാണ് ചതുപ്പ് നിലം. നമ്മൾ പറയും ചതുപ്പ് നികത്താൻ പാടില്ല, ഗവൺമെൻറ്റിൻ്റെ ഓർഡറുണ്ട്, ചതുപ്പ് നിലത്ത് മണ്ണിട്ട് നികത്ത് വീട് വയ്ക്കാൻ പാടില്ല, അത് കൃഷിയോഗ്യമാണ് എന്നൊക്കെ പറയും. ചതുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചവിട്ടിയാൽ താന്നു പോകുന്ന. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരണമെങ്കിൽ വേണ്ട ഒരു സാഹചര്യമാണ് ചതുപ്പ് നിലം, ചെളിയുള്ള സ്ഥലം. വളരുമോ? അടുത്ത ചോദ്യമാണ്, നനവ് കൂടാതെ പൊട്ടപ്പുല്ല് കിളിർക്കുമോ? വളരുമോ? രണ്ട് കാര്യമാണ്. ഞാങ്ങണ പുല്ല് വളരണം എന്തു വേണമെന്നറിയാമോ? നനവ് വേണം. ഉണങ്ങി നടക്കുന്ന സ്ഥലമാണെങ്കിൽ പുല്ലെല്ലാം വാടി കരിഞ്ഞു പോകും. നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല വേനൽ വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്യുകയാണ്, മഴയില്ലാതായി കഴിഞ്ഞാൽ മൃഗങ്ങൾക്കൊന്നും പച്ചപ്പുള്ള പുല്ലോ മാനുകൾക്കൊന്നും ഭക്ഷിക്കാനുള്ള പുല്ലെല്ലാം ഉണങ്ങിപ്പോകും. അപ്പം നനവില്ലെങ്കിൽ പുല്ല് കരിയും, വളരില്ല. പക്ഷേ ഒരു കാര്യം പറയുകയാണ്, അടുത്ത വാക്യം, തഴച്ചു വളരുമെങ്കിലും. അതെന്തൊരു ചോദ്യമാണ് അത്? ചതുപ്പ് നിലത്തല്ലാണ്ട് ഞാങ്ങണ വളരില്ല, നനവ് കൂടാതെ പുല്ല് വളരില്ല, തഴച്ചു വളരുമെങ്കിലും. അതായത് പറയുകയാണ്, ഇനി ചതുപ്പ് നിലമല്ലേലും നനവൊന്നുമില്ലേലും ചിലപ്പോൾ പുല്ലും പൊട്ടപ്പുല്ലൊക്കെ തഴച്ചു വളർന്നെന്നൊക്കെ അങ്ങ് ഇരിക്കും. പക്ഷേ വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. അത് പുല്ലിനെക്കുറിച്ചും ചതുപ്പ് നിലത്തെക്കുറിച്ചും ഞാങ്ങണയെക്കുറിച്ചും മാത്രമല്ല, ജീവിതത്തോട് ക്ലബ്ബ് ചെയ്ത് പറഞ്ഞ വചനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ പറയുന്നു, എനിക്ക് ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശ്വാസം വേണ്ട. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശ്വാസം വേണ്ട എന്നൊക്കെ പറയുന്നവർ തഴച്ചു വളരുന്ന പോലൊക്കെ നമ്മൾ കാണും. വീട് വെക്കുന്നു, ഇതാ രാജ്യത്തേക്ക് പോകുന്നു, ഇതാ കാറ് മേടിക്കുന്നു, ഇതാ കല്യാണം നടത്തുന്നു, ഇതോ ഭയങ്കര സംഭവമാണ്. അങ്ങനെയൊക്കെ വളരുന്നതായിട്ട് കാണും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തഴച്ചു വളരുന്നു നിങ്ങൾ കണ്ടാലും മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. നമ്മുടെ മുമ്പിൽ എത്രയോ പേര് മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോയി. നമ്മൾ 5-10 വർഷം മുമ്പ് നല്ല പച്ചപ്പോടെ നിന്ന ഞാങ്ങണയായിട്ടും പുല്ലായിട്ടൊക്കെ പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, എല്ലാത്തിനെയും വിമർശിച്ച് അങ്ങ് വളരുന്നതൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നുവല്ലാതെ. താഴെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ, 13-ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം, എന്നോട് വിഷമം തോന്നാം, ഇതെന്താ അങ്ങനെ പ്രസംഗിക്കുന്നത്? ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ മറക്കുന്നവർ ഉണങ്ങിപ്പോകുന്നു, ദൈവത്തെ മറക്കുന്നവർ ഉണങ്ങിപ്പോകുമെന്ന്. ചുമ്മാ ഒരു ഉദാഹരണം വെറുതെ ഒന്ന് കേട്ടെ. ഒരു അധ്യാപകനും അധ്യാപികയും അവർ നല്ല ശമ്പളമുള്ള ആൾക്കാരാണ്.
അവർ പക്ഷെ ദൈവവിശ്വാസികളല്ല. അവരുടെ മക്കളെയും അവർ ദൈവവിശ്വാസികളായിട്ടല്ല വളർന്നത്. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, വേദപാഠം പഠിപ്പിക്കുന്നത്, അവർക്ക് വിശ്വാസമില്ല, കുടുംബ പ്രാർത്ഥനയില്ല. നല്ല വീടുണ്ട്, ഇൻ്റർലോക്ക് ഇട്ട മുറ്റമുണ്ട്, നല്ല ചുറ്റുമതിലുണ്ട്, ഭാര്യയ്ക്കുണ്ട് വാഹനം, ഭർത്താവിനുണ്ട് കാറ്, എല്ലാം ഉണ്ട്. അവരുടെ മുറ്റത്തൊക്കെ കളിക്കോർട്ടുകളുണ്ട്, ഗാർഡനുണ്ട്, പക്ഷെ പ്രാർത്ഥനയില്ല. അപ്പോൾ അവർ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചോദിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും. അവർ ചോദിക്കും, നിങ്ങളൊക്കെ എന്തിനാ പള്ളിയിൽ പോണത്? നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് വല്ല ജോലിയുണ്ടോ? ഞങ്ങൾ ഒരു പള്ളിയിൽ പോകുന്നുമില്ല, ഞങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്കും പോകുന്നില്ല, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾ വീട് വെച്ചത് നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വീട് പോലും ഇല്ലല്ലോ, നിങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ മക്കൾ കണ്ടോ, ക്ലാസ്സിലെ ടോപ്പാണ്. നിങ്ങളെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നിങ്ങളുടെ മക്കൾ പലതിനും ജയിച്ചിട്ട് പോലുമില്ല. കേൾക്കുമ്പോൾ എല്ലാവരും പറയും, അവർക്ക് ഒരു വിശ്വാസമില്ല, ഒരു പ്രാർത്ഥനയില്ല, വെച്ചടി കയറ്റമാ. എന്താ വീട്? ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ല, വാഹനത്തിന് വാഹനം, വീടിന് വീട്, സൗഭാഗ്യം, രണ്ടുപേരും അധ്യാപകരാണ്, ഇഷ്ടംപോലെ സാലറിയുണ്ട്, സന്തോഷത്തോടെ ജീവിതം. 10ാം ക്ലാസ്സിൽ ആ വീട്ടിലെ കൊച്ചിനാണ് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത്. +2-നും ആ കൊച്ചിനാണ് ആ സ്കൂളിലെ ടോപ്പ് മാർക്ക് കിട്ടിയത്. നാട്ടിൽ പഞ്ചായത്ത് ഹാളിൽ, പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ, കുർബാനയുടെ മുമ്പിൽ ഗ്രാൻഡ് സ്വീകരണം, സമ്മാനം കൊടുക്കുന്നു, വീട്ടിൽ വരുന്നു. ചിലർ ഉപദേശിക്കുന്നു മെഡിസിന് പഠിക്കുക, ചിലർ പറയുന്നു സിവിൽ സർവീസിന് നോക്കണം, ചിലർ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവൻ തീരുമാനിച്ച് എനിക്ക് ബാംഗ്ലൂർ പോയി പഠിച്ചാൽ മതി. ബാംഗ്ലൂർ എന്താണ് നീ പഠിക്കാൻ പോണത്? ബാംഗ്ലൂർ എനിക്ക് കമ്പ്യൂട്ടറാണ് എനിക്ക് പഠിക്കേണ്ടത്. അവൻ അതിൽ ഉറച്ചു നിന്നു. അവനെ ബാംഗ്ലൂർ പഠിപ്പിക്കാൻ അവസാനം അവർ മാതാപിതാക്കൾ തീരുമാനിച്ചു. മിടുക്കൻ, എല്ലാത്തിനും ടോപ്പ്, തഴച്ചു വളരുന്ന ജീവിതം, വീടിന് വീട്, കാറിന് കാറ്, മാർക്കിന് മാർക്ക്, എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായ എല്ലാം ഉണ്ട്. ഒരു പ്രാർത്ഥനയില്ല, സത്യസന്ധമായൊരു പ്രാർത്ഥനയില്ല. രൂപങ്ങളും ഭക്തി സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കാറ്, അവർക്കത് വിശ്വാസമില്ല. അവർ പറയുന്നത് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾക്കിതുണ്ടായത് എന്നാണ്. അവരവരുടെ വീട്ടിലുള്ളവരോട് പറയും, അവരങ്ങനെയാണ് പറയാറുള്ളത്. ബാംഗ്ലൂരിൽ പോയി പഠിക്കാനായി അറിയപ്പെടുന്നൊരു കോളേജിലാണ് ചേർത്തത്. അറിയപ്പെടുന്നൊരു കോളേജിൽ ചേർത്തു, അറിയപ്പെടുന്നൊരു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു. അവിടെ ഒരു ഗാർഡിയനെ നിയോഗിച്ചു. കുറച്ച് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ പേപ്പറിലൊരു വാർത്ത, തമിഴ്നാട് പോലീസ് അവനെ കഞ്ചാവ് കേസിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് പിടിക്കപ്പെടുന്നു. കുടുംബത്തിനൊന്നും താങ്ങാൻ പറ്റുന്നില്ലാത്ത സങ്കടമായിപ്പോയി. പേപ്പറിൽ ഫോട്ടോ അടക്കം വരികയാണ്. മലയാളിയായ ഒരാളെ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിൽ വച്ച് കഞ്ചാവ് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഭയങ്കര പ്രശ്നമായി. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോയി, പരിചയമുള്ളവരൊക്കെ പോയി, കുടുംബക്കാർ, സ്വാധീനക്കാരെല്ലാം പോയി. പല രീതിയിൽ പൈസ കൊടുത്തൊക്കെ ജാമ്യത്തിൽ കൊണ്ടുവന്ന് അവൻ 6 മാസം കൊണ്ടുണ്ടല്ലോ കംപ്ലീറ്റ് ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ശരീരം തന്നെ വല്ലാതെ മെല്ലിച്ചു പോയി. ഒരു പകുതി രോഗമുള്ള അവസ്ഥയിലായി. ഇപ്പോൾ ആ ടീച്ചർ, ആ സാറ് എങ്ങനെയാണ് പറയുന്നതെന്നറിയാമോ? ഞങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെയും എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് നടന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ ചേട്ടാ ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് പിടികിട്ടിയത്. നിങ്ങൾ എവിടെ പോവുക? ഞങ്ങൾ പള്ളിയിൽ പോവുക. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ ഇങ്ങനെ ഒരു വിഷമത്തിലാണ്, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ മകൻ്റെ ജീവിതം തീർന്നു. ഇപ്പോൾ ഒരു പഠിക്കാൻ പോകാൻ പറ്റില്ല. ഇപ്പം ആരോഗ്യപരമായി മൊത്തം നഷ്ടപ്പെട്ടു പോയി. പല രീതിയിലും ഡൗൺ ആയിപ്പോയി. നിറം മാറിപ്പോയി, ബുദ്ധി മരവിച്ചു പോയി, ടോപ്പ് മാർക്ക് കിട്ടി, നാട്ടിലെല്ലാം സ്വീകരണം കൊടുത്ത കൊച്ചാണിപ്പോൾ ഇരിക്കുന്നത്. ബൈബിള് സത്യമല്ലേ? ദൈവത്തെ മറക്കുന്നവർ തഴച്ചു വളരുമെങ്കിലും പെട്ടെന്ന് വെട്ടിയെടുക്കുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുമെന്ന് ഇങ്ങനെ പറയാൻ 100 അനുഭവങ്ങളുണ്ട് കേട്ടോ. 100 അനുഭവങ്ങൾ. ദൈവത്തെ മറക്കരുത്. ദൈവം എന്തിനാ ഈ വചനം നിന്നെ കേൾപ്പിച്ചെന്നറിയാമോ? ഒരാളുടെ അനുഭവം പറഞ്ഞ് ഒരാളെ താഴ്ത്തിക്കെട്ടാനല്ല ഇത് പറഞ്ഞത്. നിനക്കൊരു പാഠമാകാനാണ്. ദൈവത്തെ മറക്കരുത്. അനുഗ്രഹിച്ച ദൈവത്തെ മറക്കരുത്. എൻ്റെ കയ്യിലായിരിക്കുന്നത്. എൻ്റെ എല്ലാ മാസവും വരുന്ന സാലറിയിൽ എല്ലാ കാര്യവും നടക്കും. എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യവും നടക്കും. ഇതൊന്നും നടക്കത്തില്ല. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ഒരു പനി വന്നാൽ മതി എല്ലാം ഡിസോർഡർ ആകാൻ. ചില നിമിഷങ്ങൾ മതി പഴുത്ത ഇല പോലെ താഴോട്ട് വീഴാൻ. കുറച്ച് നേരം മതി. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കരങ്ങളാണ്. എല്ലാത്തിനും മാർക്ക് കിട്ടിയ കൊച്ചിനെ ഇന്നേ ഒന്നും പഠിക്കാത്തവൻ വരെ ഈ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്യുകയാണ്. എല്ലാത്തിനും ടോപ്പ് മാർക്ക് കിട്ടി
ഇപ്പോൾ സിവിൽ സർവീസ് കിട്ടും, ഇപ്പം മെഡിക്കൽ ഡോക്ടറാകും, അത്രയും കഴിവുണ്ട് കൊച്ചിരുന്ന് പറഞ്ഞ ആൾ ഒരു പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വന്നു. ഇന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ ഈ സാറും ടീച്ചറും ഒക്കെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുകയാണ്. ഇന്ന് അവർ പറയുക, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകട്ടോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായത് ഒക്കെ പറഞ്ഞു നടക്കുക. പ്രിയപ്പെട്ടവർ, ഈ വാക്യം ഒന്നും കൂടെ വായിക്കുകയാണ്. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പുല്ല് വളരുമോ? തഴച്ചു വളരും ചിലപ്പം. ഇതൊക്കെ പ്രാർത്ഥനയും വിശ്വാസം സൂചിപ്പിക്കുന്ന. പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, എനിക്കിതിലൊന്നും കാര്യവും കഥയൊന്നുമില്ല, നിങ്ങൾ ചുമ്മാ വട്ട് പറയരുന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നവരും തഴച്ചങ്ങ് വളരും. പക്ഷെ ആ വളർച്ച കണ്ട് അത്ഭുതപ്പെടേണ്ട. തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ അവ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. വാടിപ്പോകുന്നല്ല, ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോകാനൊരവസ്ഥ കൊടുക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഉണങ്ങിപ്പോയിട്ടുള്ളൂ. ദൈവത്തെ ചേർത്ത് പിടിച്ചവർ ഉണങ്ങിപ്പോയിട്ടില്ല. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിൽ നോക്ക്, എല്ലാ മതത്തിലും നോക്ക്, എല്ലാ സ്ഥലത്തും നോക്ക്. ദൈവത്തെ മുറുകെ പിടിച്ചവനൊക്കെ വളർന്നിട്ടുണ്ട്. ദൈവത്തെ കുറ്റവും പറഞ്ഞ് വിമർശിച്ച് തള്ളിക്കളഞ്ഞവനൊക്കെയാ എവിടെയായാലും ഉണങ്ങിപ്പോയിട്ടുള്ളത്. ഉണങ്ങിപ്പോകാനൊരവസ്ഥ. അത് കുഞ്ഞുങ്ങളാണേലും കേട്ടേ, യുവാക്കന്മാർ കേൾക്ക്. ദൈവത്തെ മറക്കുന്ന ആരായാലും വാടി ഉണങ്ങിപ്പോവും. അടുത്ത വാക്യം, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. അടുത്ത വാക്യം എന്നറിയോ? ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിച്ചു പോകും. ദൈവഭക്തിയില്ല, പ്രാർത്ഥന ഭയങ്കര പ്രത്യാശയാണ്, എനിക്ക് അത് വേണം ഇത് വേണം, അവിടെ എത്തും. ദൈവഭക്തിയില്ല, പ്രാർത്ഥനയില്ല, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ആശ നശിച്ചു പോകും, പ്രത്യാശ നശിക്കും. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11, 12, 13, 14 വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിച്ച വചനങ്ങൾ. നമുക്ക് പ്രാർത്ഥനയോടെ ഇതിന് കാണാം. ഇതെല്ലാം ആരാധനയിൽ സമർപ്പിക്കണം. നിങ്ങളുടെ കുടുംബം ദൈവത്തെ മറക്കുന്ന കുടുംബമല്ല, ദൈവത്തെ ഓർക്കുന്ന, ദൈവത്തെ അനുസ്മരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ. നിങ്ങളുടെ തലമുറ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാകട്ടെ. അങ്ങനെയൊരു തലമുറ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരട്ടെ, ഉയർന്നു വരട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ 33 ദിവസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? ഞാനും എൻ്റെ കുടുംബവും ദൈവമേ നിന്നിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ല, ഒരിക്കലും ഞങ്ങൾ പിന്തിരിയത്തില്ല. പിന്തിരിയുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ അനവധിയാണ്. ഇനി കേൾക്കാമോ എന്നെ? ദൈവത്തിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് പല ഉണക്കുകളും ബാധിക്കുന്നത്. ദൈവത്തിൽ നിന്ന്, അതായത് നമ്മളെപ്പോഴാണ് ദൈവത്തിന് പിന്തിരിയെന്നറിയാവോ? നമ്മൾ ആഗ്രഹിച്ച വാഹനവും ആഗ്രഹിച്ച വീടും ആഗ്രഹിച്ച സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ പോകുമെന്നറിയാമോ? ഒരാളോട് ചോദിച്ചാൽ അവർ പറയും, എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല, എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ അവിടെ പോവാണ്. എന്നെ ഒരു ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ടുണ്ട്, എനിക്കിന്ന് പോകണം, അതുകൊണ്ട് ഞാനിവിടെ ഇല്ല. ഒരു കാലത്ത് സങ്കടം ഉണ്ടായിരുന്ന, വിഷമം ഉണ്ടായിരുന്ന ആൾ, ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കാശും വീടും വാഹനം എല്ലാം വന്നപ്പോൾ പാർട്ടിയും ഫ്രണ്ട്സും കൂട്ടായ്മയും ടൂറും എല്ലാം, അവിടെ കുറേ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. ദൈവത്തോടുള്ള ബന്ധമൊക്കെ പകുതിയും കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്ര വളരുമ്പോഴും എത്ര ഉയരുമ്പോഴും എന്തൊക്കെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിയരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ പിന്തിരിഞ്ഞ അനുഭവത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന്. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങളുടെ കുടുംബത്തെ ദൈവം പുനരുദ്ധരിക്കുന്ന ദിവസം, നിങ്ങളുടെ തകർന്ന ജീവിതത്തെ ദൈവം പുനരുദ്ധരിക്കുന്ന ദിവസം. ഇന്നത്തെ ആരാധനയിൽ ഈ നിയോഗം വയ്ക്കണം. ഈ 80-ാം സങ്കീർത്തന തലക്കെട്ട് ഇന്ന് സംഭവിക്കണം. ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ഏത്? സമുദ്ധരിക്കുന്ന ഒരു അനുഭവം. ഒറ്റ പ്രാർത്ഥന മതി, ദൈവമേ ഞങ്ങളിനി ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുത്. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലുണ്ടായാലും, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാലും, ഞങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായാലും അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാൻ ഇടവരരുതേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സമയമില്ല, നിങ്ങൾ എല്ലാത്തിനും കുറ്റം പറയുന്നു, എല്ലാത്തിനും വിമർശിക്കുന്നു, എല്ലാത്തിനും ട്രോൾ ഇറക്കുന്നു, എല്ലാത്തിനും പറയാത്ത കുറ്റങ്ങളില്ല, ചെയ്യാത്ത എല്ലാ കാര്യവും എല്ലാവരും ആക്ഷേപിച്ച് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നിരിക്കുന്നു. അത് പാടില്ല. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ഇങ്ങനെ ഒരു 33 ദിവസം ഒരുക്കിയിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, താങ്കളും താങ്കളുടെ കുടുംബവും ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ പാടില്ല.
നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ഇത് പരിശുദ്ധാത്മാവ് അപ്പുറത്തുള്ളൊരു കുടുംബത്തോടല്ല സുഹൃത്തെ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നിങ്ങളെ സമുദ്ധരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും എല്ലാം ചേർത്ത് വെച്ച് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, പേര്, പ്രശസ്തി, വീട്, വാഹനങ്ങൾ, അങ്ങനെ നമ്മൾ ഭൗതികമായി കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നാലും ദൈവമായെല്ലാം തന്നത്, ദൈവമാണ് നട്ടത്, ദൈവമാണ് വളർത്തിയത്, ദൈവമായി ഈ രീതിയിലൊക്കെ എനിക്ക് തന്നത്. ദൈവത്തിൽ നിന്ന് പിന്തിരിയരുത്, ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടട്ടെ. അതുകൊണ്ടൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ഞങ്ങൾ ഒരിക്കലും പിന്തിരിയില്ല. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പാട്ടുകൾ പാടി ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒറ്റ പ്രാർത്ഥനയോടെ, കർത്താവേ ഞങ്ങളെ സമുദ്ധരിക്കണമേ എന്ന. കൈകൂപ്പി നിന്നു ഞാൻ അൾത്താരമുന്നിൽ കാരുണ്യരൂപനെ വണങ്ങാം. കൈകൂപ്പി നിന്നു ഞാൻ അൾത്താരമുന്നിൽ കാരുണ്യരൂപനെ കരൾ നൊന്ത് പാടുമെൻ ഉൾത്താരിലേക്കവൻ തിരുവോസ്തിരൂപനായി അണഞ്ഞു. കരൾ നൊന്ത് പാടുമെൻ ഉൾത്താരിലേക്കവൻ തിരുവോസ്തിരൂപനായി അണഞ്ഞു. നിത്യവും നിത്യവും ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയൊരു വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഇന്നെൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്ന നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പറയാമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. എനിക്ക് നല്ലൊരു ജീവിതം ദൈവം ഒരുക്കിത്തരും. ആ ഒരു നല്ല ബോധ്യത്തോടെ പറയാം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 25-ാമത്തെ ദിവസത്തിൻ്റെ വചനവും ആരാധനയുമാണ് നമ്മൾ കേട്ടതും നമ്മൾ ആരാധനയ്ക്കായി പ്രാർത്ഥനയോടെ എടുക്കുന്നതും. അതിനെല്ലാം മുമ്പ് നമുക്ക് ഈ ആരാധനയുടെ ആദ്യ മിനിറ്റുകൾ തന്നെ അല്പനേരം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 100-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ സ്തുതികളോടെ അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ എന്നാണ്. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കാനാണ്. എങ്ങനെയാണ് പ്രാർത്ഥനയിൽ പ്രവേശിക്കേണ്ടത്? എങ്ങനെയാണ് ആരാധനയിലേക്ക് കയറേണ്ടത്? സ്തുതിപ്പുകളോടെയാണ്, പാട്ടുകളോടെയാണ്, ദൈവാരാധനയോടുകൂടിയാണ്. അങ്ങനെയെങ്കിൽ ആ സങ്കീർത്തകൻ പറഞ്ഞ ആ ഒരു നല്ല വചനത്തിൻ്റെ ബോധ്യത്തോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി നമുക്കെല്ലാവർക്കും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കേവലം ഒരു ശബ്ദപ്രകടനം മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് അധരം തുറന്ന് ദൈവമേ നന്ദി എന്ന് പറയുന്ന, അതാണ് സ്തുതിയുടെ അവസ്ഥ.
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങളെ പരിപാലിച്ചതിന്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. അങ്ങേ ഞങ്ങളുടെ ഏക രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. ചേർന്ന് പാടാമോ? എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും, ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി മാറുന്ന ഗുരുനാഥന്. പാടാമോ? അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി മാറുന്ന ഗുരുനാഥന്. കരങ്ങൾ ഉയർത്തി. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. വിശ്വാസത്തോടെ മാലാഖമാർ ചേർന്നു പാടും, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ ആരാധനയുടെ സമയത്ത് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മളെ ആരാധനിച്ച് പ്രാർത്ഥിച്ച് വചനത്തിലൂടെ ഒരുക്കി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട 33 ദിവസം പ്രാർത്ഥനയിൽ നടത്തുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അത് അനുഗ്രഹവും വിടുതലും ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പറയാനിടയാകത്തക്ക വിധം അനുഗ്രഹങ്ങളെ ദൈവം ഒരുക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തെ മറക്കരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഇന്ന് ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ദൈവത്തെ ഓർക്കുന്നവരുടെ എണ്ണമോ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതൊരു അപകടകരമായ സൂചനയാണ്, ഒരടയാളമാണ്. ഇന്നത്തെ ആരാധനയിൽ ഒരുപക്ഷെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ, നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ, പ്രിയപ്പെട്ടവർ തന്നെ ഈ ആരാധനയ്ക്ക് എതിരായിരിക്കും, ഈ പ്രാർത്ഥനയ്ക്ക് എതിരായിരിക്കും. ഈ വചന കേൾവിക്ക് അവർ വിമർശിച്ചു കൊണ്ടിരിക്കുമായിരിക്കും. വളരെ ഭയത്തോടും പേടിച്ച് ഒച്ച പോലും കേൾക്കാത്ത വിധത്തിൽ വളരെ ശാന്തമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവർ കേട്ടാൽ എന്തെങ്കിലും ദേഷ്യപ്പെടും, ചിലപ്പോൾ ഒച്ച വയ്ക്കും, ചിലപ്പോൾ നമ്മളെ എഴുന്നേറ്റ് വന്ന് ഉപദ്രവിക്കാൻ വരെ സാധ്യതയുണ്ട്. ദൈവത്തെ മറക്കുന്നതാണ് ഇന്ന് ലോകത്തിൻ്റെ ഒരു മാർഗം. ദൈവം വേണ്ട, ദൈവം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പറ്റും, ദൈവത്തിൻ്റെ ആവശ്യം എന്താ, എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ജോബിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: ദൈവത്തെ മറക്കരുത്. എന്താണ് ദൈവത്തെ മറക്കരുതെന്ന് പറയാൻ കാരണം? നിനക്ക് ജീവനും ജീവിതവും തന്ന ഉടയവനെ, നൽകിയവനെ മറക്കരുത്, ഉപേക്ഷിക്കരുത്.
വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെയാണ്, 11-ാമത്തെ വാക്യം, ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പുല്ല് വളരുമോ? ചോദ്യചിഹ്നത്തോടുകൂടെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ചതുപ്പ് നിലം വേണം ഞാങ്ങണയ്ക്ക് വളരാൻ, നനവ് വേണം പുല്ല് വളരാൻ, ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോകും, വാടിപ്പോകും. പക്ഷെ ബൈബിൾ പറയുന്നു, ചതുപ്പ് നിലമല്ലേലും നനവില്ലേലും ചിലപ്പോൾ തഴച്ചങ്ങ് വളർന്നേക്കാം. തഴച്ച് വളർന്നുവെങ്കിലും അത് കണ്ടൊന്നും സന്തോഷിക്കണ്ട. വെട്ടിയെടുക്കാതെ തന്നെ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ അതുണങ്ങിപ്പോകും. എന്തിനാണ് ഈ ഒരു ഉപമ ഇവിടെ കൊണ്ടുവന്നതെന്നറിയാമോ? വെട്ടിയെടുക്കുന്നതിന് മുമ്പ് അത് മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണക്ക് ബാധിക്കും. ദൈവത്തെ മറക്കുന്നവരുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഉണക്ക. അത് ഉണങ്ങാൻ തുടങ്ങും, ഉണങ്ങിപ്പോകാൻ തുടങ്ങും. അത് പിന്നെ ഒടിഞ്ഞു വീഴും. എത്രയോ പേരുടെ ജീവിതങ്ങളാണ് ഉണങ്ങിപ്പോയത്. കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ചെയ്യാനുള്ള ആഗ്രഹവും സ്വപ്നമുണ്ട്. പക്ഷേ എന്തു ചെയ്താലും അത് ചെന്നെത്തി നിൽക്കുന്നത് ഉണങ്ങിപ്പോയ ഒരവസ്ഥ. ഒരു മരം പോലെ ഉണങ്ങാൻ തുടങ്ങുന്നു. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഉണങ്ങിപ്പോകുന്നു. താഴെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരും. ബൈബിൾ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെയാ. ദൈവത്തെ മറക്കുന്നവരും ചിലപ്പോൾ തഴച്ചു വളരുന്നത് നിങ്ങൾ കണ്ടെന്നിരിക്കും. ദൈവത്തെ മറക്കുന്നവരും ഇങ്ങനെ വേഗത്തിൽ പച്ച പിടിച്ചു വരുന്നത് കാണാൻ പറ്റും. പക്ഷേ മറ്റു ചെടികളെക്കാൾ, മറ്റെന്തിനേക്കാൾ വേഗത്തിൽ അത് ഉണങ്ങിപ്പോകുമെന്ന് നിങ്ങളുടെ കുടുംബത്തെ നോക്കി, ജീവിത സാഹചര്യങ്ങളെ നോക്കി ഈ വചനത്തിൽ നിന്നുകൊണ്ട്, ഈ തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയട്ടെ, ദൈവത്തെ മറക്കരുത്. നിങ്ങളുടെ കുടുംബം ദൈവത്തെ മറക്കുന്ന കുടുംബമാകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മറക്കുന്നവരാകരുത്. നിങ്ങൾ അവരോട് പറയണം, ദൈവത്തെ മറക്കരുതെന്ന്. അവരുടെ ഉബോധ മനസ്സിൽ എഴുതി കൊടുക്കേണ്ട ഒരു ആപ്തവാക്യമാണ്, ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ വചനം വായിച്ചു കൊടുക്കണം. ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അടുത്ത വാക്യം, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. അടുത്ത വാക്യം എങ്ങനെയാണ്? ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും. പ്രത്യാശ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാകും, അനുഗ്രഹമാകുന്ന പ്രത്യാശ. ദൈവഭക്തി ഇല്ലാത്തവൻ ഇങ്ങനെ ഒത്തിരി പ്രത്യാശിച്ചിട്ട് കാര്യമില്ല, അത് രക്ഷപ്പെടാൻ കാരണമാകില്ല. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും. അങ്ങനെയെങ്കിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കണം. ദൈവഭക്തി വേണം, ദൈവാരാധന വേണം. ഇതെല്ലാം വിലയുള്ളതാണ്. വിലയുള്ളതിന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിനും ദൈവവചനത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആരാധനയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങളൊരു മാതാവാകാം, ഒരു പിതാവാകാം, ഒരു സമർപ്പിത ജീവിതം നയിക്കുന്നവരാകാം. ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ദൈവത്തെ നിങ്ങൾ മറക്കരുത്. ദൈവത്തെ മറക്കുന്നത് ദൈവത്തിന് വേദനയാണ്. സൃഷ്ടാവായ ദൈവത്തെ മറക്കരുത്. നിന്റെ ജീവൻ നൽകിയ ദൈവത്തെ, ഉടയവനെ മറക്കരുത്. ആ ഒരു ബോധ്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ മറക്കരുത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ദൈവത്തെ മറക്കുന്നവരല്ല, ദൈവത്തെ ഓർക്കുന്നവരാക്കി മാറ്റണമേ. ദൈവത്തെ മറക്കുന്നവരല്ല, ഓർക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ഗാനത്തിന്റെ വരികളൊന്ന് ശ്രദ്ധിക്കാമോ? പാട്ടുകാരൻ ഈ പാട്ടെഴുതിയത് നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തോട് പറയുന്ന ചില വാക്കുകളാണ് ഈ പാട്ടിന്റെ വരികളിലുള്ളത്.
ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞെ ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുതേ. കർത്താവേ, ദൈവമല്ലേ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ സർവവും. ജീവിതത്തെ മുഴുവൻ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഈ പാട്ടുകൾ പാടുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ ദൈവത്തിലേക്കൊന്ന് അടുപ്പിക്കണമേ. അനുഭവം തന്ന്, അനുഗ്രഹങ്ങൾ തന്ന്, പ്രചോദനങ്ങൾ നൽകി, പ്രോത്സാഹനം നൽകി, അഭിഷേകം നൽകി ദൈവമേ നിന്നിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. നിന്നോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ദൈവത്തെ മറക്കുവാനല്ല, ഓർക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ദൈവത്തെ ഓർക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളുടെ കുടുംബം എന്നും ദൈവത്തെ ഓർക്കുന്നവരാകട്ടെ. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. എത്രയോ സത്യമാണത്. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, കടന്നു പോകും. മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷ നേടിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ സർവവും. കർത്താവേ, ഈ ഒരു ഗാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ ബോധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവർ, ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ മറക്കരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഇന്ന് കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് ഭയം തോന്നുന്ന ഒരു സാഹചര്യമാണ്. എല്ലായിടത്തു ചെല്ലുമ്പോഴും ദൈവത്തെ മറക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ദൈവത്തെ ഓർക്കുന്നവരെയാണ് ആവശ്യം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറഞ്ഞത് ഈ ആരാധനയിൽ ഞാൻ ഓർക്കുന്നു. നല്ല ജോലിയും നല്ല സൗന്ദര്യവും നല്ല ചുറ്റുപാടുമൊക്കെ ഉണ്ടായിരുന്ന കുടുംബമാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അവർക്ക് ദൈവത്തിലുള്ളൊരു വിശ്വാസമില്ല. അവർ ദൈവത്തെ മറന്നവരാണ്. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാറില്ല. വളരെ ചെറിയ പ്രായമുള്ളവരാണ്. ആ വീട്ടുകാരും ആ മാതാപിതാക്കളും മക്കളുടെ ഇഷ്ടം പോലെ എന്നാണ് അവർ പറയുന്നത്. അവർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണ്ട,
അവരുടെ സ്വാതന്ത്ര്യം. എന്നിട്ടും അവർക്കൊന്നിനും ഒരു കുറവുമില്ല, സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നു. പക്ഷെ അവരുടെ ജീവിതം അങ്ങനെ ആ മാതാപിതാക്കൾ ആ മകനെ വിവാഹം ആലോചിക്കുകയാണ്. നല്ല സാമ്പത്തികമുള്ളൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം ആലോചന വരുന്നു. അത് നടത്തുവാൻ അവർ തീരുമാനിക്കുന്നു. ഒപ്പത്തിനൊപ്പം ജോലിയുണ്ട്, സാമ്പത്തികമുണ്ട്, നല്ല പാരമ്പര്യമൊക്കെയുള്ള കുടുംബം. എല്ലാം കൊണ്ടും പുറമേ നോക്കുമ്പോൾ നല്ല സന്തോഷമുള്ളൊരു കുടുംബം എന്ന് നമുക്ക് തോന്നും. മാതാപിതാക്കളും ഒത്തിരി പ്രതീക്ഷയോടെ ആ മകൻ്റെ വിവാഹം നടത്തി. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ 21-ാമത്തെ ദിവസം അവർ വേർപിരിഞ്ഞു. ഒരു മാസം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നു. അവർ തമ്മിൽ വഴക്കായി, ഒരിക്കലും ചേർന്ന് പോകത്തില്ലാത്ത നിലയിലായി, വാക്കേറ്റമായി, കയ്യേറ്റമായി, ഉപദ്രവമായി. 21 ദിവസം കൊണ്ട് 21 വർഷത്തിൻ്റെ അനുഭവമായി. 2 വീടുകളിലേക്ക് അവർ മാറി, പരസ്പരം പിരിഞ്ഞു, പരാതി കൊടുത്തു, വിവാഹമോചനത്തിന് കേസ് കൊടുത്തു, പിരിയാൻ തീരുമാനിച്ചു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, മാതാപിതാക്കൾ പറഞ്ഞത് എന്തിനാണ് ദൈവത്തെ ഓർക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇപ്പോഴുള്ള സമ്പത്തും ഇപ്പോഴുള്ള വീടും ഈ സൗന്ദര്യവും ഈ ജോലിയും ഈ സാലറിയും മാത്രം പോരാ. ദൈവത്തിൻ്റെ ഒരു കടാക്ഷവും അനുഗ്രഹവും നിനക്കും നിന്റെ തലമുറയ്ക്കും ആവശ്യമാണ്. ആമേൻ. ഇത് മറക്കരുത്. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ ദൈവാരാധനയില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തെ മറന്നയാളായിരിക്കും, തഴച്ചൊക്കെ അങ്ങ് വളരുന്നത് കാണും. പക്ഷേ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ അത് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജീവിതവും അങ്ങനെ തന്നെയാണ്. എത്ര പേരുടെ ജീവിതങ്ങളാണ് നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണങ്ങിപ്പോയത്? എന്താണ് അവർ ഉണങ്ങിപ്പോയത്? സാമ്പത്തികം ഉണ്ടായിരുന്നല്ലോ, നല്ല പഠിപ്പുണ്ടായിരുന്നല്ലോ, നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നല്ലോ, എല്ലാം കൊണ്ടും അവർ മുന്നിൽ നിന്നവരാണല്ലോ. എന്താണാവോ ഇവരുടെ ജീവിതം ഉണങ്ങിയത്? വേറെ ഒന്നിൻ്റെയും കുഴപ്പമല്ല, ദൈവത്തെ മറന്നുപോയി. പ്രാർത്ഥന മറന്നു, ദൈവാരാധന മറന്നു. പ്രാർത്ഥന മറക്കരുത്. എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകും. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവവിശ്വാസം ഇല്ല, ദൈവഭക്തി ഇല്ലാത്തവന് ആത്മവിശ്വാസം ഉണ്ടാവും. ഓ, ഞാൻ ജയിക്കും, ഞാൻ ബിസിനസ് നടത്തും, ഞാൻ പഠിക്കും, ഞാൻ ജോലി ചെയ്യും, ഞാൻ വീട് വയ്ക്കും. ഇത് ആത്മവിശ്വാസം, ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. പക്ഷെ അങ്ങനെ ദൈവഭക്തി, ദൈവത്തെ മുറുകെ പിടിക്കാത്ത, ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം പെട്ടെന്ന് തകർന്നു പോകും. അവൻ്റെ ശരണം ചിലന്തി വല പോലെയാണ്. അവൻ തൻ്റെ ഭവനത്തെ ചാരും, അത് ഉറച്ചു നിൽക്കില്ല. അവൻ അതിനുമേൽ മുറുകെ പിടിക്കും, നിലനിൽക്കില്ല. അവൻ ചാരി നിൽക്കുന്നത് ഇടിഞ്ഞു വീഴും, അവൻ മുറുകെ പിടിക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് പോകും, നിലനിൽക്കില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ജീവിതം നിങ്ങളിൽ നിലനിൽക്കണമോ? നല്ലൊരു കുടുംബം നിങ്ങൾക്ക് നിലനിൽക്കണമോ? നല്ലൊരു തലമുറയെ നിങ്ങൾക്ക് നിലനിർത്തണമോ? നല്ലൊരു സാമ്പത്തികം നിങ്ങൾക്ക് നിലനിർത്തണമോ? നല്ലൊരു അനുഗ്രഹം നിങ്ങളിൽ നിലനിർത്തണമോ? നിങ്ങൾ ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ദൈവത്തെ ഓർക്കുന്നവരാകണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ ഓർക്കുന്നവർ, ദൈവത്തെ ഇങ്ങനെ ഓർക്കുമ്പോണ്ടല്ലോ, ചിലർ പറയും അതൊക്കെ ഒരു നാണക്കേടാ, എന്തോ ഒരു വിഷമമാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറക്കുന്നവരുടെ ജീവിതമാണ് ഉണങ്ങിപ്പോകുന്നത്. നിങ്ങൾക്ക് ഉണങ്ങിപ്പോകേണ്ട ഒരു ജീവിതമാണോ ആവശ്യം, അതോ വളരേണ്ട ഒരു ജീവിതമാണോ? എങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു നല്ല തീരുമാനമെടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഈ വചനം വായിക്കാൻ പറയണം. സങ്കീർത്തനം 80-ാം അധ്യായത്തിലെ വാക്യവും ഇതിനോടൊപ്പം ചേർന്ന് വായിക്കാവുന്നതാണ്. 80-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, ഇനി ഒരിക്കലും ദൈവമേ ഞങ്ങൾ നിന്നിൽ നിന്ന് പിന്തിരിയില്ല. ഞങ്ങൾ ഉണങ്ങിപ്പോകാനും ശത്രുക്കൾ കയറി നിരങ്ങാനും ഞങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടാനും തകർന്നു പോകാനും കാരണം ഞങ്ങൾ നിന്നെ മറന്നതാണ്.
തീരുമാനമെടുക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പിന്തിരിയില്ല. ഞങ്ങളെ ഓർക്കണമേ. അങ്ങയുടെ മുഖം ഞങ്ങളുടെ നേരെ പ്രകാശിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടട്ടെ. ദൈവത്തെ മറക്കരുത്. ഇതാ ജോബിന്റെ പുസ്തകത്തിൽ വ്യക്തവും കൃത്യവുമായി എഴുതിയിരിക്കുന്നു, ദൈവത്തെ മറക്കുന്നവരുടെ ആത്മവിശ്വാസവും പ്രത്യാശയും താഴെ പോകും. അവരുടെ പ്രതീക്ഷ ചെലന്തിവല പോലെയാണ്. എന്താ ചെലന്തിവല? ചെലന്തിവലയിൽ ഒരു പ്രാണി ചെന്ന് പെട്ടാൽ അത് പിന്നീട് അത് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അതിൽ തന്നെ കുടുങ്ങിപ്പോകും. ആ ചിലന്തി വന്ന് അതിനെ നീരൂറ്റിക്കുടിച്ച് അതിനെ കൊന്നുകളയും. ഇതുപോലെ പല മനുഷ്യരുടെയും ജീവിതം. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഏതൊക്കെയോ ചിലന്തി വലയിൽ പെട്ടവരുടെ ജീവിതം അവിടെ തകർന്നു കിടക്കുകയാണ്. അവരുടെ ജീവനും ജീവിതവും ഭാവിയും എല്ലാം അവിടെ പെട്ടുകിടക്കുകയാണ്. ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും. ദൈവവിശ്വാസമില്ലാതെ ആത്മധൈര്യം ചോർന്നു പോകും. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ നീ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. നല്ലൊരു തീരുമാനമെടുക്കുക. എനിക്ക് ജീവൻ തന്ന, ജീവിതം നൽകിയ, ബുദ്ധി നൽകിയ, ആരോഗ്യം നൽകിയ, കുടുംബം നൽകിയ, സ്വപ്നങ്ങൾ നൽകിയ, എനിക്ക് ശുശ്രൂഷകൾ നൽകിയ ദൈവത്തെ മറക്കരുത്. ഉടയവനെ മറക്കരുത്, ഉടയവനെ മറക്കരുത്, ദൈവത്തെ മറക്കരുത് എന്ന്. ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്നവരുടെ ജീവിതത്തിലാണ് ഉണക്കുകൾ ബാധിക്കുന്നത്, ഇലകൾ വാടുന്നത്, കൊഴിഞ്ഞു പോകുന്നത്, പ്രത്യാശ നശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ, എന്നെ ഇരുത്തേണമേ. എല്ലാം എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ. ഒന്ന് പാടിയേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ ആശീർവാദം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ, രോഗത്തിന് സൗഖ്യമായി മാറട്ടെ, പ്രാർത്ഥനകൾക്ക് മറുപടിയായി മാറട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കാരണമാകട്ടെ. കർത്താവെ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രതിസന്ധികളും വെല്ലുവിളികളും മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. ഒരു രോഗിയെയെങ്കിലും സന്ദർശിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.